നമസ്കാരം. ദ ഗ്രേറ്റ് ഒനിയൻ ഡിസാസ്റ്റർ എന്നൊരു അധ്യായമുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ദില്ലിയുടെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായ സുഷമ സ്വരാജിനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും താഴെയിറക്കി BJP വിറപ്പിച്ച ഒരു ചരിത്രമുണ്ട് ഉള്ളിക്ക്. ഉള്ളിവില 50 തൊട്ടപ്പോഴായിരുന്നു തലസ്ഥാനത്ത് BJP തകർന്നടിഞ്ഞത്. ഉള്ളി മാത്രമല്ല, ആപ്പിളും രാഷ്ട്രീയത്തിൽ ചില നിർണായക ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി കസേര തെറിപ്പിച്ച ഒരു ചരിത്രം ആപ്പിളിനുമുണ്ട്. ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിരുന്ന പ്രേംകുമാർ ധുമാൽ പുറത്തായത് ആപ്പിളിന് വില ഇടിഞ്ഞ സാഹചര്യത്തിലായിരുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്ത് കാർഷിക വിളകൾക്കുള്ള പ്രാധാന്യം തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെയും ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോഴിതാ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് മറ്റൊരു നീക്കം കൂടി രാജ്യത്ത് നടന്നിരിക്കുകയാണ്. 2024-25 വർഷത്തേക്ക് 5 ലക്ഷം ടൺ അടിയന്തര കരുതൽ ശേഖരം ഉണ്ടാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഏപ്രിൽ 1 മുതൽ വിപണി വിലയിൽ കർഷകരിൽ നിന്നും ഉള്ളി സംഭരിക്കാൻ തുടങ്ങും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഉള്ളി വില അനിയന്ത്രിതമായി വ്യത്യാസപ്പെടുന്നത് തടയാൻ ഈ ബഫർ സ്റ്റോക്ക് ഉപയോഗിക്കും എന്നാണ് ഉപഭോക്തൃകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കാർഷിക വേനൽക്കാല സീസണിൽ വിതരണത്തിൽ കുറവുണ്ടാകുമ്പോൾ ഉള്ളി വില പലപ്പോഴും അസ്ഥിരമായി തുടരാറുണ്ട്. മിക്ക ഇന്ത്യൻ വിഭവങ്ങളുടെയും അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് ഉള്ളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉള്ളിക്ക് കുറച്ചധികം പ്രാധാന്യമുണ്ട് താനും. അങ്ങനെ വരുമ്പോൾ അതിലുണ്ടാകുന്ന വില വ്യത്യാസം അത് സാധാരണ ജനങ്ങളെ കാര്യമായി തന്നെ ബാധിക്കും. അങ്ങനെ ജനങ്ങളെ ഇത് നേരിട്ട് ബാധിക്കാതിരിക്കാനും അതിനോടൊപ്പം തന്നെ കർഷകർക്ക് തങ്ങളുടെ വിളവിന് അനുസരിച്ചുള്ള വില ലഭിക്കാനും അല്ലെങ്കിൽ ഒരു സ്ഥിരത നിലനിർത്താനും വേണ്ടി തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിർണായക ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇത് കർഷകർക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നേട്ടം ചെറുതായിരിക്കില്ല. നിലവിൽ എന്തായാലും കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിന് കർഷകരുടെ ഭാഗത്ത് നിന്നും വലിയ പിന്തുണ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.